ഹലോ മക്കളെ. രേണു സുധിയെയും കിച്ചുവിനെയും കുറിച്ച് പറയണമെങ്കിൽ അവർ കാക്കയും കുയിലിനെയും പോലെയാണ്. കാക്കയുടെ കൂട്ടിൽ സാധാരണ കുയിൽ മുട്ടയിടാറുണ്ട്. കാക്ക സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് അതിനെ കഷ്ടപ്പെട്ട് വളർത്തി കഴിയുമ്പോഴത്തേക്ക് കുയിലിന് പറക്കമുറ്റി പറക്കാറാകുമ്പോഴത്തേക്ക് കൂ കൂ പറ്റിച്ചെന്ന് പറഞ്ഞ് കുയിൽ പോവുകയും ചെയ്യും. കൂക്കിട്ടും കൊണ്ട് കുയിലിൻ്റെ പാട്ടിന് പോവും. അപ്പോൾ കാക്ക അന്തം വിട്ട് നെഞ്ച് തല്ലി കരഞ്ഞ് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടതുപോലെ കിടന്ന് കരയും. കരഞ്ഞിട്ട് ലാസ്റ്റിൽ സ്വന്തമായിട്ട് തന്നെ മനസ്സിനെ സമാധാനപ്പെടുത്തും. കാര്യം ജീവിതം ഇങ്ങനെയാണ് എന്ന് മനസ്സിനെ സ്വന്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കും. അതുപോലെയാണ് അതുപോലത്തെ അനുഭവമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുയിൽ പറന്ന് പോവുകയും ചെയ്ത് കാക്ക കരഞ്ഞ് വിളിച്ച് ഒരുവിധം നോർമലായി ഇരിക്കുകയാണ്. അപ്പോൾ കാണാം കുയിലിൻ്റെ മനസ്സിൽ ഇനി എനിക്ക് ഒരമ്മേരെ ആവശ്യമൊന്നുമില്ല. കാര്യം കിച്ചുവിന് ഇനി അമ്മേരെ ആവശ്യമില്ല. കാര്യം ഇനി അവൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഒരു വരുമാനമൊക്കെ ആക്കി സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു കുടുംബവും കാര്യമായിട്ടൊക്കെ ജീവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവൻ. അങ്ങനെ സമാധാനമായിട്ടിരിക്കുമ്പോഴാണ് വരുന്നു നാലാമതൊരു അമ്മച്ചി അച്ഛനും കൂടെ. അവൻ നേരെയൊന്നും വളർന്നില്ല, ഇനി ഒത്തിരി കൂടെയൊക്കെ അവനെ വളർത്താനുണ്ടെന്ന് പറഞ്ഞ് നാലാമത്തെ അമ്മച്ചി അച്ഛനും കൂടെ വന്ന്. അപ്പം ഇപ്പം നാലാമത് വന്ന അമ്മച്ചിക്ക് രേണുവിനെ പോലെയല്ല, ബുദ്ധിയുള്ള അമ്മച്ചിയാണ്. കാര്യം കിച്ചുവിനെ വെച്ച് 10 രൂപ കാശ് ഉണ്ടാക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അമ്മച്ചി വന്നിരിക്കുന്നത്. അപ്പം അമ്മച്ചി പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ ആഗ്രഹം ഞാൻ അങ്ങ് സാധിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് യാത്ര പോയിരിക്കുകയാണ് അമ്മച്ചി അച്ഛനും കൂടെ യാത്ര പോയിട്ട് ഈ പ്രായപൂർത്തിയായ കൊച്ചുങ്ങളെയും കൊണ്ടുവച്ചിട്ട് അമ്മച്ചി അച്ഛനും കൂടെ എന്തോന്നാണ് കാണിക്കുന്നത്? അവർ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെച്ച് കളിക്കുന്നു. അവരെ കയ്യിൽ നിന്ന് പോയി. അവർ പ്ലാൻ ചെയ്ത് വന്ന ഒന്നുമല്ല പിന്നെ നടക്കുന്നത്. ഇപ്പം ഈ ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചപ്പോൾ ആളുകളിങ്ങനെ ഇപ്പം എന്തെങ്കിലുമൊക്കെ കാണിക്കും, നടക്കും, കിച്ചുവിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇപ്പം ചെയ്യും എന്ന് പറഞ്ഞ് അവർ മെനക്കെട്ട് കിടന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. മറ്റൊരു പൈസ ഉണ്ടാക്കുകയാണ് അവിടെ ഇരുന്ന്. അപ്പം കിച്ചു ആരാണ്? കിച്ചു നിന്നു കൊടുക്കുകയാണ്. കാര്യം അവനിത് എല്ലാം അവനറിയാം, ഇതൊക്കെ കളികൾ വേറെയാണെന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തെ കളി അറിയാവുന്ന മോനാണ് അവൻ. അപ്പം അവൻ നിന്നു കൊടുക്കുന്ന എന്തെന്ന് വെച്ചാൽ ഇവന് കുറേ ആൾക്കാർക്ക് രേണു സുധിയായിട്ട് അവൻ തെറ്റിപ്പിരിഞ്ഞ് പോകുന്നോണല്ലേ ഇഷ്ടം. അപ്പം രേണു അമ്മേനെ ഞാൻ കളയുകയും ചെയ്ത് എനിക്കിപ്പോൾ വേറെ അമ്മച്ചിയായി നമ്മളങ്ങനെ ജീവിക്കുകയാണ് എന്ന് മറ്റുള്ളവരൊക്കെ കണ്ടിട്ട് അവരൊക്കെ ഒരു സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ച് അവനും അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ കാണാം ഇവർക്ക് ഇപ്പോൾ വന്ന അമ്മച്ചിക്കും അച്ഛനും അവരൊക്കെ നല്ലപോലെ അറിയാം. കിച്ചു നന്ദിയേട് കാണിക്കാൻ നല്ല കഴിവുള്ളൊരു മോനാണെന്ന്. അതുകൊണ്ട് ഇവരൊക്കെ അറിയാം ഇവനിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ വല്ല കാശും ഒക്കെ ഉണ്ടാക്കിയത് തന്നെ. അഥവാ നന്ദിയേട് എന്തെങ്കിലും കാണിച്ചാലും അവരൊക്കെ പ്രശ്നവും ഇല്ല. അവർ പൈസ ഉണ്ടാക്കാൻ വന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പം എന്തൊന്നൊക്കെ നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മൾ മടയരാണ് കേട്ടാ.